ആളുകൾ അവർക്ക് ഭരണത്തിലേക്ക് ഡോറുകളെല്ലാം ഓപ്പണായി എന്ന മൂഡിലാണ്. ഇപ്പം ആൾ വരുന്നു, ജനക്കൂട്ടം വന്നു എന്ന ഒരു ഒറ്റവാദ്യത്തിലല്ല ഞാൻ കാണുന്നത്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ഒരു 10 കാലമായി ഇല്ലാതിരുന്ന ഒരു ആക്സസ് ഓപ്പൺ ആയിരിക്കുന്ന മറ്റൊരു ജനങ്ങൾ വരികയാണ്. ഒരു നിയന്ത്രണവും നടപ്പിലായില്ലോ അവിടെ. നിങ്ങളെല്ലാവരും അവിടെ നിന്ന് നിരന്തരമായി ഫോട്ടോ എടുക്കുന്നതാണ്. സോ അത് ഉണ്ടാക്കുന്ന ഒരു ചേഞ്ചിനെ ആൾക്കാർ പ്രതീക്ഷയോടെ കാണുന്നു. അത് മീറ്റ് ചെയ്യാൻ നിങ്ങൾ ബുദ്ധിമുട്ടുമോ? അതിനൊരു ബുദ്ധിമുട്ടില്ല. ജനമതാർത്ഥത്തിൽ ഇന്ന് ഇരച്ചു വന്നത് ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ കൂടി മാറ്റത്തിൻ്റെ പ്രതിഫലനമാണ്. ഇതുവരെ സെക്രട്ടേറിയറ്റ് MLA-മാർക്ക് പോലും അപ്രാപ്യമായിരുന്നു എന്നൊരു ആരോപണം നിലവിലുണ്ട്. ഒരു പരിധിവരെ ശരിയുമാണ്. കൂടാതെ ജനങ്ങളെ സംബന്ധിച്ചും ഈ ഒരു കടക്കുപുറത്ത് സംസ്കാരം ഉണ്ടായിരുന്നു എന്നാണ് പൊതുവെയുള്ള നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടായപ്പോൾ ജനം വലിയ ആവേശത്തോടുകൂടി വന്നു. അപ്പോൾ ആ ജനത്തിനോട് നീതി പുലർത്തുക എന്നത് നമ്മുടെ കൂടി കടമയാണ്. ഇപ്പം ഞങ്ങളവിടെ വരുമ്പോൾ തിക്കും തിരക്കും ഉണ്ട്, നമ്മളെല്ലാം ശരീരമായിട്ട് തന്നെ ഞെരിയലും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ അവരുടെ മനസ്സിലെ സ്നേഹം നമുക്ക് മനസ്സിലാക്കണമല്ലോ, വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം. അവരോടൊപ്പം നിന്ന് ഒരു സെൽഫി എടുത്ത് അവരുടെ ആഹ്ലാദത്തിൽ പങ്കുചേരേണ്ടത് പൊതുപ്രവർത്തകരെന്ന നിലയിൽ, പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവർ ജയിപ്പിച്ചൊരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ അപ്രോച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടാസ്ക് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ അൺപോപ്പുലർ ആക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമായ ഒന്ന് ആ സർക്കാരിൻ്റെ തലപ്പത്ത് നിന്നുണ്ടായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസാണ്. വീട്ടിൽ പോയി ചോദിക്കുന്നു പറയുന്നത്, അടുപ്പിക്കാൻ സമ്മതിക്കാത്തത്, സെൽഫി എടുക്കാത്തത്, ഇതൊക്കെ ആളുകളെ നമുക്ക് അസ്പർശ്യമായിട്ടുള്ള എന്തൊരു സംഗതിയാണെന്ന് ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ എപ്പോഴും വിജിലൻസ് വേണ്ട ഒരു സംഗതി ഇത് എവിടെയെങ്കിലും പാളുന്നുണ്ടെന്നുള്ളതായിരിക്കും അല്ലേ? അങ്ങനെയല്ല. നമ്മളിപ്പോൾ എപ്പോഴും നമുക്കിപ്പോൾ മന്ത്രിമാരെന്ന നിലയിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തോടും നമുക്ക് നീതി പുലർത്തേണ്ടതുണ്ട്. അവിടെ എഫിഷ്യൻസി ഒരു ഘടകം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ജനകീയ കണക്റ്റ് നമുക്ക് കളയാൻ പറ്റില്ല. ഇത് രണ്ടും കൂടെ കൊണ്ടുപോകുന്നിടത്താണ്. ഇപ്പോൾ ഒരു മന്ത്രിമാരെ സംബന്ധിച്ച് പ്രാഥമികമായിട്ട് അവർ നിയോജകമണ്ഡലത്തിലെ MLA-മാരാണ്. അപ്പം നമുക്ക് ജനകീയ ബന്ധം അവിടെ നിലനിർത്തണം. അതോടൊപ്പം ഏൽപ്പിച്ച വകുപ്പുകൾ കൃത്യമായി പഠിച്ച് എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഫയലുകൾ ഉൾപ്പെടെ കാര്യങ്ങൾ ഇത് ചെയ്യണം. കേരളത്തിൻ്റെ പൊതു പോളിസിയിൽ നമ്മുടേതായ സംഭാവനകൾ നൽകണം. അപ്പോൾ ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്യുന്നിടത്താണ് കാര്യമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം എനിക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട നമ്മൾക്ക് മനുഷ്യരും കൂടെയാണ്. നമുക്ക് തെറ്റ് പറ്റുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്യുക. നയമാണെങ്കിലും വ്യക്തിപരമായ വാക്കോ പ്രവൃത്തിയാണെങ്കിലും അത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്തുന്നിടത്താണ് കാര്യം. അത് തിരുത്തിയാൽ ജനം അത് അംഗീകരിക്കും. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തെറ്റുകൾ സ്വാഭാവികമാണ്. പ്രവൃത്തി ചെയ്യുമ്പോഴല്ലേ നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റുപറ്റാം, നമ്മുടെ പ്രവൃത്തിയിൽ തെറ്റുപറ്റാം, എടുക്കുന്ന നയങ്ങളിൽ തെറ്റുപറ്റാം, എടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റുപറ്റാം. പക്ഷെ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് തിരുത്തുന്നിടത്താണ് കാര്യം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ UDF ഗവൺമെൻറ് എടുക്കേണ്ട സമീപനം അങ്ങനെയാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. ഞങ്ങളെല്ലാം എടുക്കാൻ തീരുമാനിച്ചേക്കുന്ന കാര്യവും അതാണ്. തെറ്റ് പറ്റിയാൽ തിരുത്തുക, തെറ്റ് പറ്റാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ഇതാണ് മറ്റൊരു കാര്യം. കുറച്ചൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. കാരണം എല്ലാവരും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്കൊന്ന് ലിജി സാറിനെ സംബന്ധിച്ചിടത്തോളം ഇതവണ ഒരു ജീവൻ മരണ പോരാട്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിശേഷിക്കാം. സാർ കുറച്ചുകൂടെ വിജയങ്ങളെയും പരാജയങ്ങളൊക്കെ അതല്ല, വിജയങ്ങളെയും പരാജയങ്ങളൊക്കെ ഒന്ന് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കാര്യം എന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത ഒന്നാണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ സിദ്ദിഖ് പറയുന്ന കാര്യം കേൾക്കുകയായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിലാണ്. 5ാം ക്ലാസ്സിൽ KSUകാരനായതാണ്. അന്ന് മുതൽ നീലക്കൊടി പിടിച്ചു വന്നതാണ് സ്കൂൾ. കാരണം 5ൽ തന്നെ രാഷ്ട്രീയം സീരിയസ് ആണ്. അതുപോലെ നമ്മൾ പത്രം വായിക്കുന്നു, കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ, ജയിൽവാസങ്ങൾ, KSU, യൂത്ത് കോൺഗ്രസ്, അത് കഴിഞ്ഞ് പാർട്ടി ഭാരവാഹിത്വമാകുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സിദ്ദിഖിന് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി. യുവജന രാഷ്ട്രീയം, പാർട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് എനിക്ക് 3 തവണ പാർട്ടി മത്സരിക്കാൻ അവസരം നൽകി. അപ്പോൾ മത്സരിച്ചതൊക്കെ തന്നെ സേഫ് സീറ്റുകളിലല്ല. അപ്പോൾ ആദ്യം മത്സരിക്കുന്ന CG സുധാകരനെതിരെയാണ്. അമ്പലപ്പുഴ CPM ശക്തി കേന്ദ്രത്തിൽ. പിന്നീട് കായംകുളത്താണ് CPM മാത്രം ജയിക്കുന്ന സ്ഥലമാണ്. പക്ഷെ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്താൽ ഞാൻ മത്സരിച്ച 3 തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടു. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ 3 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി പരാജയപ്പെട്ടാൽ അവരിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പിന്നീട് ഒരിക്കൽ കൂടി അവസരം കൊടുക്കാറില്ല എന്നാണ് അതിൻ്റെ സത്യം. പക്ഷേ എൻ്റെ പാർട്ടി എന്നോട് വലിയ സൗമനസ്യമാണ് കാണിച്ചത്. എന്നോട് പറഞ്ഞു 4ാമതൊരു തവണ കൂടി മത്സരിക്കാൻ, അമ്പലപ്പുഴ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പ്രവർത്തിച്ച് അവിടെ തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ വലിയ മുന്നേറ്റമുണ്ട്. 11 അംഗങ്ങളുണ്ടായെടുത്ത് 50 പേരായി രാഷ്ട്രീയമായി സംഘടനാപരമായ ശക്തി. അപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്ന സമയത്താണ് ശ്രീ G സുധാകരൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് കടന്നു വരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കരുതിയൊരു കാര്യം, ശ്രീ G സുധാകരനെ ഇപ്പോൾ ഒരാൾ നമ്മുടെ പാർട്ടി കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ സംസ്ഥാനത്തും പാർട്ടിക്ക് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ സിസ്റ്റത്തിന് പുറത്തായി. പിന്നീട് എന്നോട് പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെടുന്ന ഞാൻ മുൻപ് പരാജയപ്പെട്ട കായംകുളത്താണ്. അപ്പോൾ 4ാമത്തെ മത്സരത്തിന് ഇറങ്ങുകയാണ്.
അപ്പൊ എന്റെ തെരഞ്ഞെടുപ്പ് വല്ലാത്ത അതും situation. ഇതുവരെ CPM മാത്രം ജയിക്കുന്ന ഒരു സ്ഥലം, വലിയ പാർട്ടി ശക്തി കേന്ദ്രം. അപ്പൊ ഞാൻ ജയിക്കുമെന്ന് സാധാരണ ഇതിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. എന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുമ്പ് സംസാരിച്ചവരെല്ലാം തന്നെ എന്റെ ദൗർഭാഗ്യങ്ങളെ കുറിച്ച് അല്ലെന്നുണ്ടെങ്കിൽ 3 തവണ പരാജയപ്പെട്ടു, 4ാമതൊരു തെരഞ്ഞെടുപ്പാണ് എന്ന രീതിയിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികം 5ാം ക്ലാസ് മുതൽ രാഷ്ട്രീയം തുടങ്ങിയ ഒരാൾ ഇത് മാത്രമാണ് ജീവിതമെന്ന് കരുതി തൊഴിൽ പ്രാക്ടീസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണല്ലോ. അപ്പൊ ഇനി എന്താണ് എന്നൊരു ചിന്ത, അതായത് പൊതുപ്രവർത്തകന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ജനപ്രതിനിധി. അത് മാത്രമല്ല, ജനങ്ങൾ തിരസ്കരിച്ച ഒരാളായി എൻ്റെ രാഷ്ട്രീയം അവസാനിക്കുമോ എന്ന ഒരു രാഷ്ട്രീയം അവസാനിക്കുന്നതല്ല, എൻ്റെ സംഘടനാ രംഗത്ത് നിൽക്കാം, പക്ഷെ ജനം തിരസ്കരിക്കപ്പെടുക എന്നൊരു സ്റ്റിഗ്മയാണ് എന്തായാലും. ഇത് വന്നപ്പോൾ എൻ്റെ മനസ്സിടറി എന്നുള്ളത് സത്യം. സാറിന് അറിയല്ല, ഞാൻ അങ്ങനെ ഒരു വൈകാരിക പ്രകടനത്തിൻ്റെ ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ അഭ്യർത്ഥിച്ചു, എനിക്കൊരു അവസരം നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. കായംകുളം ജനത അതിനെ നമ്മൾ അത് മാത്രം എന്നുള്ളതല്ല, അതുകൊണ്ട് മാത്രം നമുക്ക് ജയിക്കാൻ സാധിക്കില്ല. കാരണം പാർട്ടി ശക്തി കേന്ദ്രങ്ങളാണ്. ഞാൻ പറഞ്ഞ ഇമോഷണൽ എന്ന് പറഞ്ഞാൽ എനിക്കതിന്റെ ആ ഒരു ഫീൽ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ജനം ഞാൻ പറഞ്ഞതിനെ അംഗീകരിച്ചു, നമ്മൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ അംഗീകരിച്ചു. അതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ്. കരഞ്ഞു കാല് പിടിച്ച വോട്ട് കിട്ടുമോ? കരഞ്ഞു കാല് പിടിച്ച വോട്ട് കിട്ടുമോ? ഞാൻ പറഞ്ഞോളി, നമ്മൾ കരഞ്ഞ് കാല് പിടിക്കുക എന്നൊരു പ്രയോഗം തെറ്റാണ്. ഞാൻ പ്രദാനം ചെയ്യാൻ ആഗ്രഹിച്ച ഒരു നിയോജക മണ്ഡലത്തിൽ ജനതയോട് എൻ്റെ ഹൃദയം ഞാൻ പങ്കുവെക്കുകയാണ്. അവിടെ കാലുപിടുത്തത്തിൻ്റെ പ്രസക്തിയൊന്നുമില്ല. കാലുപിടിച്ചിട്ടല്ലല്ലോ. ഇപ്പം നമ്മൾ അങ്ങനെയാണെങ്കിൽ മുംബൈ തെരഞ്ഞെടുപ്പ് ജയിക്കാമായിരുന്നു. മുംബൈ നമ്മളെടുത്ത പല നിലപാടുകളും തെരഞ്ഞെടുപ്പിൽ എനിക്ക് ആ തരത്തിൽ സംഘടിതമായി ഞാൻ ആക്രമണങ്ങൾ നേരിട്ടുണ്ട്. അന്നൊന്നും കാല് പിടിച്ചിട്ടില്ല. ഇപ്പോഴും കാലുപിടുത്തമല്ല. നമ്മൾ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനകത്ത് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ, നമ്മൾ ചിലപ്പം നമ്മുടെ സങ്കടം പങ്കുവെക്കും, ചിലപ്പോൾ നമ്മുടെ രോഷവും വരും. മനുഷ്യരാണ്. അതാണ് ഞാനങ്ങനെയാണ് രാഷ്ട്രീയത്തെ കാണുന്നതും ജീവിതത്തെ കാണുന്നതും അങ്ങനെ തന്നെ.